അപ്പോൾ നമുക്കിന്നൊരു പച്ചമാങ്ങയും കൊണ്ടൊരു സംഭാരം തയ്യാറാക്കാം. സംഭാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും തൈര് കാണുമെന്ന്, പക്ഷേ നമ്മളതിനകത്ത് തൈര് ഉപയോഗിക്കുന്നില്ല. നമുക്കിന്ന് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മാങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ല വലിയ മാങ്ങയാണെങ്കിൽ ചിലപ്പം ഒരുപാട് വലിയ മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി, അല്ലെങ്കിൽ ഇതിലും ഇച്ചിരി വലിയ മാങ്ങയാണെങ്കിൽ 2 എണ്ണം മതി. ഞാനിപ്പോൾ ഇവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാൻ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി വേണ്ടത് 2 കൊച്ചുള്ളി വേണം. ഇതിപ്പോൾ വലുതായതുകൊണ്ട് 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 3 4 എടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒരുപാട് നമുക്ക് പച്ചമുളക് വേണ്ട, ഒരുപാട് ഇത് എരിവുള്ളതല്ല. അതുകൊണ്ട് ഞാനൊരു അരമുറിയേ എടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം എടുക്കരുത്, നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ഞാനൊരു ഈ കുപ്പിയുടെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയാൻ വേണ്ട. മാങ്ങയൊക്കെ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല. ഇങ്ങനെ കണ്ട ഈ തരികളും മാങ്ങയുടെ അതെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തരികളായിട്ട് കിടക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ചൂടത്ത് ഇതേലെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മതി മക്കളെ, പൊളിയാ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതുപോലത്തെ ഡ്രിങ്ക്സോ റെസിപ്പിയുമായിട്ടോ വരുന്നിടം വരെ താങ്ക് യു. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.